അവളുടെ സ്വഭാവം എങ്ങനെയപ്പോ? അവള് നന്നായി മാറിയിട്ടുണ്ട്, ഇപ്പൊ അധികം പ്രശ്നമൊന്നുമില്ല. ഓ, എപ്പോഴാ ചേച്ചി വരിക? വരും, വെയിറ്റ് ചെയ്. എന്നെ വെയിറ്റ് ചെയ്ത് മടുത്തോ? പിന്നെ എത്ര നേരമായി ഞങ്ങൾ വന്ന് നിൽക്കുന്നു? സോറി അനന്തേട്ടാ. ശരി, എന്താ നീ നേരം വൈകിയത്? അത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ നന്ദു. മനസ്സിലായി. ഹായ് നന്ദന. ഹായ് ചേച്ചി. അല്ല, തന്റെ പരിക്കെല്ലാം മാറിയോ? ആ ചേച്ചി, കുഴപ്പമില്ല, മാറി. ശരി, എവിടെ നിന്റെ വാല്? അവിടെ ഇന്ന് വന്നില്ലേ? ഇല്ല. അതെന്തു പറ്റി? ഏട്ടൻ കാരണം തന്നെയാ. ഞാൻ കാരണോ? ഞാനെന്താ ചെയ്തത്? ഏട്ടനെ അവള് വാല്യൂ വാല്യൂ പറയില്ല, അതുകൊണ്ടാ. ഓ, അങ്ങനെ. നിങ്ങൾ സംസാരിക്കും. ദേവേട്ടൻ വിളിക്കുന്നു, ഞാൻ സംസാരിച്ചിട്ട് വരാം. ആ ശരി. ഇന്ന് നല്ല സുന്ദരി കുട്ടി ആയിട്ടുണ്ടല്ലോ, എന്താ പ്രത്യേകത? ചുമ്മാ. ചുമ്മാ ഒന്നും പറയണ്ട. ആ ഓക്കെ. എന്തായി നിന്റെ ഏട്ടന്റെയും പ്രശ്നം? എന്താവാൻ, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വീട്ടിൽ സമാധാനമായിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാം ശരിയാവും. ആയാ മതി. ആവും. ഹലോ ദേവേട്ട. നീ ഇപ്പൊ എവിടെയാ? ഞാൻ അൻപേട്ടൻ്റെ കൂടെ പാർക്കിലുണ്ട്. നീയോ അന്തു സാറ് മാത്രമേ ഉള്ളോ? അല്ല, കീർത്തി ചേച്ചി ഉണ്ട്. കീർത്തിയോ? അതാരാ? ഓ, അത് അനന്തേട്ടൻ്റെ ഗേൾഫ്രണ്ടാ. ഓ, നീ ഇപ്പൊ സേഫ് അല്ലേ? ആണല്ലോ. നീ അധിക നേരം എവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. എന്തേലും പ്രശ്നമുണ്ടോ ദേവേട്ട? ഉണ്ട്. എന്ത് പ്രശ്നം? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നീ സേഫ് ആണല്ലോ. ആ, നീ ഏത് പാർക്കിലാ പറഞ്ഞ, ഞാൻ അങ്ങോട്ട് വരാം. ഞാനിപ്പോ സേഫാണ്, ഏട്ടൻ വരണ്ട. നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. ലൊക്കേഷൻ മാപ്പ് അയക്കി. ശരി. പെട്ടെന്ന്. ആ ദേവേട്ട, അയക്കാം. ഡാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അത് എന്താടാ, നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, പക്ഷെ അവന് തീർത്തോളാനാ പറഞ്ഞത്, ഇങ്ങോട്ട് എത്തിക്കാൻ പറഞ്ഞില്ല. ഡാ, അവൻ എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ തീർക്കണം, എൻ്റെ ഈ കൈ കൊണ്ട്. നിന്നോട് ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനു നീ ഇങ്ങനെ പറഞ്ഞു? ഡാ, അവൻ തീർക്കാൻ നീ വിചാരിച്ച സാധിക്കില്ല. അത്രയ്ക്ക് ഡേഞ്ചറാണ് അവന്. അവനേക്കാളും ഡേഞ്ചറാണ് അവന്. അത് നിന്റെ വെറും തോന്നല. നിന്റെ ഏട്ടനെ വരെ അവൻ കൊന്നു. അവൻ്റെ അടുത്ത ടാർഗറ്റ് നീ ആയിരിക്കും.